വിഴിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖത്തിനെ കുറിച്ച് ഒരുപാട് സംസാരിക്കുമ്പോൾ അപ്പൊ കൊച്ചി തുറമുഖത്തിന് ഇമ്പോർട്ടൻസ് ഇല്ലാതെ പോകുന്നു എന്ന ഒരു തരത്തിലും അർത്ഥമില്ല. ഈ രണ്ട് പോർട്ടുകൾക്കും, വിഴിഞ്ഞം പോർട്ടിനും കൊച്ചി സീപോർട്ടിനും അവരുടേതായിട്ടുള്ള പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ വിഴിഞ്ഞത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ വലിയ കപ്പലുകൾ വന്ന് ട്രാൻസിറ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ വലിയ കപ്പലുകൾ വരുന്നു, കണ്ടെയ്നറുകൾ ഇറക്കി വെക്കുന്നു, അത് കഴിഞ്ഞിട്ട് ചെറിയ കപ്പലുകൾ ഈ ബംഗ്ലാദേശ് പോലെയുള്ള പോർട്ടുകളിലേക്ക് പോകാൻ പറ്റുന്ന കപ്പലുകൾ വരുന്നു. അപ്പോൾ ചിറ്റഗോങ് പോർട്ടിലോട്ട്, അപ്പോൾ അതിൻ്റെ അകത്ത് ലോഡ് ചെയ്യുന്നു, അങ്ങോട്ട് അയക്കുന്നു. ഇത്തരത്തിലുള്ള ആക്ടിവിറ്റികൾക്ക് വിഴിഞ്ഞം നല്ലതാണ്. പക്ഷേ നമ്മൾ ഈ എക്സ്പോർട്ടിന്റെ കാര്യം പറയുമ്പോൾ, നമ്മളിപ്പോൾ എക്സ്പോർട്ടിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. എക്സ്പോർട്ടിന്റെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറയേണ്ടി വരും, കൊച്ചിൻ പോർട്ടിന് ഒരുപാട് ജോഗ്രഫിക്കൽ ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. തിരുവനന്തപുരമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൊച്ചി പൂർണ്ണമായിട്ടും ഇപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ നമ്മൾ കയറ്റി അയക്കാൻ പറ്റുന്ന കാർഷിക ഉൽപ്പന്നങ്ങളാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു, എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം പറഞ്ഞു. ആ തരത്തിൽ നോക്കുമ്പോൾ കൊച്ചിൻ പോർട്ടാണ് നമ്മുടെ ഈ പൈനാപ്പിൾ നോക്കുകയാണെങ്കിൽ, പൈനാപ്പിൾ ഏരിയ എറണാകുളം ജില്ലയ്ക്ക് അകത്താണ് വാഴക്കുളം, അല്ലെങ്കിൽ തൊടുപുഴ, മൂവാറ്റുപുഴ. അപ്പൊ തീർച്ചയായിട്ടും കൊച്ചിൻ പോർട്ടിനെ അവർ ആശ്രയിക്കുകയുള്ളൂ. അതുപോലെ ഇടുക്കി കൊച്ചിയിൽ നിന്നും വളരെ അടുത്താണ്, ഇടുക്കി വലിയ ദൂരത്തിലല്ല. ഇടുക്കിയിൽ നിന്നാണ് ഏറ്റവും ഇപ്പൊ ഏലക്ക ആയാലും ഗ്രാമ്പായാലും കൊക്കോ ആയാലും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കയറ്റി അയക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കൊച്ചിയെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്തേ പറ്റൂ. അത് മാത്രമല്ല, വയനാടായാലും അടുത്താണ്. ബാക്കിയുള്ള കാർഷിക സമ്പന്നമായിട്ടുള്ള ഏരിയകളെല്ലാം തന്നെ കൊച്ചിയിൽ നിന്നും അടുത്താണ്. ഇപ്പോൾ കോട്ടയത്തെ റബ്ബർ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ റബ്ബറുമായിട്ട് ബന്ധപ്പെട്ട പ്രോഡക്റ്റുകളാണെങ്കിൽ പോലും, റബ്ബർ വലിയ തലത്തിൽ നാച്ചുറൽ റബ്ബർ ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ പോലും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ, അതിൽ നിന്നുള്ള ബൈ പ്രോഡക്ട്സ് ഒരുപാട് ചെയ്യുമ്പോൾ കോട്ടയം ഭാഗം, കോട്ടയത്തിന് മുകളിലുള്ള എന്ന് പറഞ്ഞാൽ നോർത്ത് ഓഫ് കോട്ടയം, ആ ഭാഗത്ത് ഉണ്ടാകുന്ന സാധനങ്ങളെല്ലാം ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റുന്ന ഒരു 1.5 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് കൊച്ചിയിൽ എത്തിക്കാൻ പറ്റും. അപ്പൊ കൊച്ചി തന്നെയാണ് അഭികാമ്യമായ ഒരു പോർട്ട്. കൊച്ചിൻ പോർട്ടും ഇല്ലാതാകുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം കുറയുന്നില്ല. വിഴിഞ്ഞത്തോടൊപ്പം തന്നെ സാധ്യതകൾ കൂടുതലുള്ള ഒരു പോർട്ട് തന്നെയാണ് കൊച്ചിൻ. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സൗത്ത് തമിഴ്നാട്ടിൽ ഇപ്പൊ തിരുനെൽവേലിക്ക് ഈ താഴോട്ട് ഭാഗത്തുള്ള ആൾക്കാരെല്ലാം തന്നെ തൂത്തുക്കുടിയിലുള്ള പോർട്ടിന് കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവര് നമ്മുടെ തിരുവനന്തപുരം വിഴിഞ്ഞം പോർട്ടിനെ ആശ്രയിക്കാനുള്ള സാധ്യതകളുണ്ട്. വിഴിഞ്ഞം പോർട്ടിനും അതുപോലെയുള്ള, അത് മാത്രമല്ല ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള ട്രാൻസ്ഷിപ്മെന്റ് സാധ്യതകൾ, ട്രാൻസ്ഷിപ്മെന്റ് ഉണ്ടാകുമ്പോൾ വലിയ തരത്തിലുള്ള പണം അതിൻ്റെ അകത്ത് നിന്നുണ്ടാവും. മാത്രമല്ല ക്രൂ ചേഞ്ച് ഇപ്പോൾ വലുതായിട്ട് നമ്മൾ വിഴിഞ്ഞം പോർട്ട് നടക്കുന്നുണ്ട്. വരുന്ന ക്രൂസ് എല്ലാം വന്ന് ഇവിടെ നിന്ന് വേറെ ക്രൂസ് കയറി പോകുമ്പോൾ അവർ വരുന്ന താമസം, അവരുടെ എയർ ടിക്കറ്റ്സിന്റെ ടാക്സസ്, അത് ഇതെങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കും. അതുപോലെ പോർട്ടിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്തുള്ള ഫീസുണ്ട്, ബാക്കിയുള്ള സംവിധാനങ്ങളുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്. നല്ല ഒരു സാധ്യതയാണ് വിഴിഞ്ഞം പോർട്ടും കൊച്ചിൻ പോർട്ടും.